പ്ലസ് 1 എക്കണോമിക്സിന്റെ അടുത്തൊരു ഭാഗത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മള് സ്വാതന്ത്ര്യത്തിന് ശേഷം ഗവൺമെന്റ് കാർഷിക മേഖലയിൽ 2 പദ്ധതികൾ ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞു. അതിലൊന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതായിരുന്നു? ഇതാണ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം. രണ്ടാമത്തേതായിരുന്നു ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. അപ്പൊ ഹരിത വിപ്ലവം എന്നുള്ള ഭാഗം നമുക്ക് പഠിക്കാം. കൃഷിയിലെ നടപ്പിലാക്കിയ പദ്ധതികൾ അല്ലെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൃഷി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോകാം. ഇൻഡസ്ട്രി കഴിഞ്ഞാൽ ട്രേഡ്, അതുകൂടി കഴിഞ്ഞാൽ ഈ യൂണിറ്റ് കഴിയും കേട്ടോ. അപ്പൊ കൃഷിയിലെ രണ്ടാമത്തെ പദ്ധതി ഏതാണ്? ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ. ഈ ഹരിത വിപ്ലവം അതിന്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിന്ന് നമുക്ക് തുടങ്ങാം അല്ലെ. ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. ശരിക്കും 75% ആളുകളും ഉപജീവനത്തിന് വേണ്ടി കൃഷിയെ ആശ്രയിച്ചവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ സമയത്തൊക്കെ അവർക്ക് കൃഷിയിലൊന്നും വലിയ താല്പര്യമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ആ പഴഞ്ചൻ സാങ്കേതിക വിദ്യ തന്നെ ഉപയോഗിച്ച് ഉള്ള ഒരു കാർഷിക സമ്പ്രദായമായിരുന്നു അവർ നടപ്പിലാക്കിയത്. കൃഷിയുടെ ഉൽപാദനം അവർക്ക് ശരിക്ക് ഫുഡ് ഗ്രെയിൻസ് അല്ലെ, ഭക്ഷ്യവിളകള്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭക്ഷണം കിട്ടണമെന്നൊന്നും അവർക്ക് ബ്രിട്ടീഷുകാരുടെ സമയത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് വ്യാവസായിക ഉൽപ്പന്നങ്ങളായിരുന്നു വേണ്ടിയിരുന്നത്, നാണ്യവിളകളായിരുന്നു ആവശ്യം എന്നുള്ളത് നമ്മൾ മുൻ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കൃഷികളൊക്കെ ഇങ്ങനെ ചെയ്തു പോരുന്നല്ലാതെ കൃഷിയിൽ ഈ പഴഞ്ചൻ സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിച്ചില്ല. ആ പരമ്പരാഗത രീതിയിൽ അങ്ങനെ നടപ്പിലാക്കി യാതൊരു അഭിവൃദ്ധിയും ഇല്ലാതെ കർഷകർ ഒരു സാധാരണ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള ജീവിത നിലവാരത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമയം. ഒരു താഴ്ന്ന കാർഷിക ഉൽപാദനക്ഷമത, ലോ പ്രൊഡക്ടിവിറ്റി അല്ലെ, ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. there is no irrigation facilities, ഒരു ജലസേചന സൗകര്യങ്ങളുമില്ല. they are looking at the sky അല്ലെ. അവര് ആകാശത്തേക്ക് നോക്കി, മാനം നോക്കി നിൽക്കുകയാണ്. എപ്പോഴാ മഴ പെയ്യുമ്പോൾ വേണം കൃഷി ഇറക്കാൻ. ഇങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു അല്ലെ. ജലസേചന സൗകര്യങ്ങളൊക്കെ വളരെ കുറവ്. ചെറിയ അവര് കർഷകരുടെ സ്വന്തം പ്രയത്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെറിയ കൈവഴികൾ, ചെറിയ കനാലുകൾ അല്ലാതെ വലിയ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നെയോ ഭക്ഷ്യധാന്യങ്ങള് നമ്മള് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. മറ്റു രാജ്യങ്ങളോട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കേണ്ട ആവശ്യമായിരുന്നു. അമേരിക്കയിൽ നിന്നൊക്കെ നമ്മൾ ഗോതമ്പ് ഇറക്കുമതി ചെയ്തിരുന്നു. അമേരിക്കയിൽ നിന്നൊക്കെ ഗോതമ്പ് ഇറക്കുമതി ചെയ്ത് മറ്റു രാജ്യങ്ങളോട് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പോലും സഹായം അഭ്യർത്ഥിക്കേണ്ട ഒരു ആവശ്യകത സ്വതന്ത്രമായിട്ടുള്ള ഗവൺമെന്റിനുണ്ടായി. അങ്ങനെ 1960-കളിൽ ഡോക്ടർ നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷി രീതിയാണ് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വലിയൊരു വർധനവുണ്ടായി. ആ കൃഷി രീതിയിലുള്ള ഭക്ഷ്യധാന്യ ഉൽപാദനം ഭയങ്കരമായ വർധനവുണ്ടായി. ഇത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ അവർ നൽകിയ ആ ധനസഹായം ഉപയോഗിച്ചാണ് മെക്സിക്കോയിലെ സർക്കാരാണ് 1945-ൽ ആരംഭിച്ച ഒരു ഗോതമ്പ് കൃഷിയുടെ ഗവേഷണമാണ് ശരിക്കും ഹരിത വിപ്ലവത്തെ സഹായിച്ചതെന്ന് പറയാം. അപ്പൊ മെക്സിക്കൻ സർക്കാർ ഇതിനു വേണ്ടി 1945-ല് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകിയ സഹായം ഉപയോഗിച്ച് ഒരു പുതിയ കാർഷിക രീതി ആവിഷ്കരിച്ചു. ആ കാർഷിക രീതിയാണ് ശരിക്കും ഹരിത വിപ്ലവത്തിന് തുടക്കമായത്. ഇത് മെക്സിക്കോയിലെ കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടായി. 1960-കളിൽ പിന്നെ ഇത് പിന്നീട് 1960-കളിലാണ് പിന്നീട് ഇന്ത്യ, അതേ രീതിയിൽ പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇത് എത്തുന്നത്. എങ്ങനെ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ഒരു പശ്ചാത്തലം ഹരിത വിപ്ലവത്തിന്റെ. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിലേക്ക് വരാം. Green Revolution in India. Who is the father of the Green Revolution in India? Yes, Dr.
M.S. Swaminathan. M.S. Swaminathan. Dr. M.S. Swaminathan, the father of the Green Revolution in India. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അല്ലേ? What do you mean by a green revolution? India was a predominantly agrarian economy at the time of independence. സ്വതന്ത്രത്തിന്റെ സമയത്ത്, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തും സ്വാതന്ത്ര്യത്തിന് മുമ്പും ഒക്കെ ഇന്ത്യ കാർഷിക മേഖലയ്ക്ക് ധാരാളം പ്രാധാന്യം നൽകിയിരുന്ന ഒരു രാജ്യമായിരുന്നു. 75% of the population adopted, that is dependent on agriculture for their living. Agriculture was not a profession. It was the way of life for them. They used the way of life. കൃഷി അവർക്കൊരു ജോലിയായിട്ടല്ല അവർ കണ്ടത്, ഒരു തൊഴിൽ എന്നുള്ള നിലക്കല്ല, ജീവിക്കാനുള്ള ഒരു മാർഗമായിരുന്നു അവരുടെ. 75% ആളുകൾ ആ കൃഷിയിൽ ബന്ധപ്പെട്ട് ജീവിച്ചവരായിരുന്നു. Agricultural productivity was very low because of the policy followed by the British to the traditional farming and poor irrigation facilities. ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ബ്രിട്ടീഷുകാർ തുടർന്നു വന്ന ഒരുപാട് നയങ്ങളും പാരമ്പര്യമായിട്ടുള്ള കാർഷിക സമ്പ്രദായങ്ങളും പരമ്പരാഗതമായിട്ടുള്ള പഴഞ്ചൻ ഓൾഡ് ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ, ഈ പഴഞ്ചൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള കൃഷി രീതികളും എല്ലാം കൂടിയിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വാസ് വെരി ലോ, വളരെയധികം താഴ്ന്ന ഒരു ഉൽപാദനമായിരുന്നു ഉണ്ടായിരുന്നത്. കൃഷിയിൽ ഉൽപാദനം കുറവായിരുന്നു. അഗ്രികൾച്ചർ വാസ് എ ഗാംബിൾ. Agriculture was a gamble in the monsoon. അല്ലേ? ശരിക്കും കാലവർഷത്തിന്റെ മൺസൂണിന്റെ ഒരു ചൂതാട്ടം എന്ന് അഗ്രികൾച്ചറിനെ വിളിക്കാമായിരുന്നു. മൺസൂണിന്റെ ഒരു ചൂതാട്ടം. The tillers, the farmers are looking at the sky. ഇന്ത്യയിലെ കർഷകർ മാനം നോക്കി നിൽക്കേണ്ട, ആകാശം നോക്കി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. മഴ പെയ്യുമ്പോൾ മാത്രമായിരുന്നു കൂടുതൽ കൃഷി ഇറക്കാൻ പറ്റിയിരുന്നത് പല സ്ഥലങ്ങളിലും. ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങളുള്ള കൃഷിയിടങ്ങൾ വളരെ കുറവായിരുന്നു. സോ അഗ്രികൾച്ചർ വാസ് എ ഗാംബിൾ ഇൻ ദ മൺസൂൺ. മൺസൂണിന്റെ, മഴക്കാലത്തിന്റെ ഒരു ചൂതാട്ടം, അല്ലെങ്കിൽ മഴക്കാലം കൊണ്ട് മാത്രമേ കൃഷി ഇറക്കാൻ പറ്റുമായിരുന്നു കൂടുതൽ പ്രദേശങ്ങളിൽ. സോ ഇന്ത്യ ഹാഡ് ടു ഡിപെൻഡ് ഓൺ ഫുഡ് ഇമ്പോർട്ട്സ് ആൻഡ് ഫുഡ് എയ്ഡ് ഫ്രം കൺട്രീസ് ലൈക്ക് അമേരിക്ക. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷ്യസഹായത്തിനും ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിക്കും ഇന്ത്യ ആശ്രയിക്കേണ്ടി വന്നു. ഇന്ത്യ ഡിപെൻഡ് അതർ കൺട്രീസ് ഫോർ ഫുഡ് ഗ്രെയിൻസ്, ഫുഡ് അസിസ്റ്റൻസ്, അല്ലെ? ഭക്ഷ്യ സഹായത്തിന് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. ഭക്ഷണത്തിന് സ്വന്തം രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സംജാതമാവുന്ന ഇങ്ങനെയുള്ള സമയത്താണ്, this was the dismal situation, very difficult situation, changed by the green revolution. ഹരിത വിപ്ലവം കൊണ്ട് നമ്മൾ മാറ്റിയെടുത്ത വളരെ പ്രയാസകരമായ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മൾ മാറ്റിയെടുത്തു. Green revolution refers to a significant improvement in agricultural production which resulted from the new agricultural strategy adopted in 1964-65. ഹരിത വിപ്ലവം ശരിക്കും കാർഷിക ഉൽപാദനത്തിൽ വലിയ മെച്ചമുണ്ടാക്കി, അല്ലേ? എന്തായിരുന്നു അതിന്റെ ഫലം? ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ഇൻ 1964-65. 1964-65 നമ്മൾ ഉപയോഗിച്ച പുതിയ കാർഷിക രീതികളും നയങ്ങളുമായിരുന്നു അതിനെ സഹായിച്ചിരുന്നു. അപ്പോ ഇനി നമ്മൾ ആ നയങ്ങളും രീതികളും ഏതെല്ലാമാണെന്ന് നോക്കാം. അതിന്റെ ഒരു പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ഇന്ത്യയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് ഭക്ഷ്യധാന്യത്തിന് പോലും ആശ്രയിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അല്ലെ? ഇനി ആ പ്രശ്നങ്ങൾ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഗവൺമെന്റ് ഗ്രീൻ റെവല്യൂഷനിൽ ഉൾപ്പെടുത്തിയിരുന്നത്? The important ingredients of green revolutions were the government initiatives of the green revolution. First one, use of high yielding variety of seeds.
എന്തായിരുന്നു പദ്ധതികൾ, ഗവൺമെന്റ് നടപ്പാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതെല്ലാമാണ്, എങ്ങനെയാണ് നമുക്ക് ഹരിത വിപ്ലവത്തെ സഹായിച്ചത്, കൃഷിയിലുണ്ടായിട്ടുള്ള ഗണ്യമായ പുരോഗതിയെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അല്ലെ. ഉൽപാദനത്തിലുണ്ടായ ഒരു വലിയ മാറ്റം ഉണ്ടായപ്പോൾ അത് വിപ്ലവകരമായിട്ടുള്ള മാറ്റമായി മാറി, വലിയ മാറ്റമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത്. അതിനുള്ള കാരണമായ എന്തെല്ലാം പദ്ധതികളാണ്? യൂസ് ഓഫ് ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ്, HYV സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചു. നേരത്തെ ഉള്ള വിത്തുകളെല്ലാം മാറ്റിയിട്ട് ഉൽപാദനത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചു. നിങ്ങൾ കുറച്ച് അത്യുൽപാദന ശേഷിയുള്ള നെല്ല്, തെങ്ങ് ഇങ്ങനെയുള്ള വിത്തിനങ്ങളുടെ പേര് നിങ്ങൾ കളക്ട് ചെയ്യണം. നിങ്ങളുടെ വർക്ക് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അത് ഞാൻ പറയും, നിങ്ങൾ സെൻഡ് ചെയ്യാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏത് വിത്തുകളുമാവാം, നെല്ലിൻ്റെതാവാം, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെതാവാം, അല്ലെങ്കിൽ തെങ്ങിൻ്റെതാവാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പച്ചക്കറികളുടേതാവാം, അല്ലെങ്കിൽ മറ്റു വിത്തുകളാവാം. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് കളക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഇപ്പൊ നിങ്ങൾ നല്ല പഴയ നല്ല ചെറിയ നെല്ലുകളാകുമ്പോൾ തന്നെ നല്ല കൂടുതൽ ഈൽഡിങ്, നന്നായി കായ്ക്കുന്ന വിത്തിനങ്ങൾ അല്ലെ, നെല്ലുകൾ. പഴയ കാലത്ത് നെല്ല് ഭയങ്കര ഹൈറ്റ് ഉണ്ട്, എന്നാൽ ഇപ്പോൾ വളരെ ചെറിയ നെല്ലുകൾ. അതിന് ചിലപ്പോ നേരത്തെ ഒരു വർഷം ഒക്കെ ആവും നെല്ല് വിളയുന്നതിന്, എന്നാൽ ഇപ്പോ 3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് വിളയിച്ച് എടുക്കുന്നു. ഒരു വർഷത്തിൽ തന്നെ ഒരു 3-4 പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, അത്യാവശ്യം ഉൽപാദന ശേഷി ഉള്ള വിത്തുകളാണ്. അതാണ് HYV സീഡ്സ്. സെക്കൻഡ് വൺ, രണ്ടാമത്തെ കാര്യം, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് അല്ലെ, രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾക്ക് കീടങ്ങളുടെ ആക്രമണം കൂടും, പ്രതിരോധ ശക്തി കുറയും. അതുകൊണ്ട് രാസവളങ്ങൾ കൊടുക്കണം, രാസ കീടനാശിനിയും വേണം. ഇത് ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നെല്ലുകളെയോ മറ്റു കൃഷികളെയോ ഒന്നും കീടങ്ങളുടെ ആക്രമണം ഇല്ലാത്തത് കൊണ്ട് ഫുള്ളി ആയിട്ട് ഉൽപാദനം കിട്ടുകയും വലിയൊരളവിൽ അത് ഉൽപാദനം കൂടാൻ കാരണമാവുകയും ചെയ്തു. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. രാസവളങ്ങളും രാസ കീടനാശിനികളും. ഓക്കെ, നമ്പർ 3, തേർഡ് വൺ, യൂസ് ഓഫ് മോഡേൺ ഇംപ്ലിമെന്റ്സ്. യൂസ് ഓഫ് മോഡേൺ ഇംപ്ലിമെന്റ്സ് ലൈക്ക് ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്സ്, ചില്ലേഴ്സ്, ഇങ്ങനെയുള്ള മോഡേൺ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, ട്രക്ക് അല്ലെ, ഇങ്ങനെയുള്ള മോഡേൺ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. ടെക്നോളജിയാണ് മോഡേൺ ഇംപ്ലിമെന്റ്സ്, മോഡേൺ ടെക്നോളജി. നേരത്തെ കലപ്പ അല്ലെ, എന്താണ്, മൃഗങ്ങളെ കൊണ്ട് നമ്മൾ കണ്ടില്ലേ, മൃഗങ്ങളെ കൊണ്ട് കലപ്പ് ഉപയോഗിച്ച് നിലമൊഴിയുന്ന സ്ഥാനത്ത് ട്രാക്ടറുകളും ചില്ലറുകളുമായി അതേ രീതിയിൽ നമ്മൾ നേരത്തെ മനുഷ്യാധ്വാനം കൊണ്ട് ചക്രങ്ങളൊക്കെ കറക്കി വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥാനത്ത് പമ്പ് സെറ്റുകൾ, മോട്ടോർ പമ്പ് സെറ്റുകളായി, മോട്ടോർ ഉപയോഗിച്ച് വെള്ളം അടിക്കുന്ന രീതിയായി. ഇങ്ങനെ പല രീതിയിലുള്ള, അതേ രീതിയിൽ മനുഷ്യാധ്വാനം കൊണ്ട് തലയിൽ വെച്ചോ അല്ലെങ്കിൽ ചുമലിൽ വെച്ചോ വളങ്ങളും വിത്തുകളും ഒക്കെ ചുമന്നു കൊണ്ടുവരുന്നിരുന്ന, അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്ത് അല്ലെ, മൃഗങ്ങളുടെ മേലെ വെച്ച് അത് കൊണ്ടുവന്നിരുന്ന സ്ഥാനത്ത് ട്രക്കുകൾ, വാഹനങ്ങൾ ഉപയോഗിച്ചു. ഇങ്ങനെ ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചത് കൊണ്ടും കൃഷി വർദ്ധിക്കാൻ കാരണമായി. നെക്സ്റ്റ്, ഫോർത്ത് വൺ, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അല്ലെ. മഴയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. വർഷത്തിൽ 4 പ്രാവശ്യം വിളവിറക്കണമെങ്കിൽ മഴയെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കനാലുകൾ അല്ലെ, തോടുകൾ കീറി പല കൃഷിയിടങ്ങളിലേക്കും കനാലുകൾ സ്ഥാപിച്ച് കനാലുകൾ കുഴിച്ചെടുത്ത് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാക്കി. അതാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായി. Then fifth one, marketing facilities for agricultural produce. കാർഷിക ഉൽപാദനങ്ങൾക്ക് കമ്പോള സംവിധാനം ഏർപ്പെടുത്തി.
നേരത്തെ കർഷകനെ ഇന്റർമീഡിയറ്റ് ചൂഷണം ചെയ്യുക. കർഷകർ സ്വന്തം വയലുകളിൽ ഉൽപ്പാദിപ്പിച്ച് വിളവെടുത്ത് എല്ലാം കൂടി കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൊട്ടയില് ആ കൊട്ടയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഇന്റർമീഡിയറീസ് അവിടെ വന്ന് അവരെ ചൂഷണം ചെയ്തു പോകുന്ന സമ്പ്രദായം ഒഴിവായി. ഇപ്പോൾ കർഷകർക്ക് എവിടെ പോവാം? മാർക്കറ്റിൽ പോവാം. മാർക്കറ്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ബാർഗെയിൻ, അല്ലെ? വിലപേശ. അവർക്ക് മാർക്കറ്റിൽ സ്വന്തമായിട്ട് മാർക്കറ്റിൽ ചെന്ന് അവർക്ക് വിൽക്കാം. കൺസ്യൂമേഴ്സിനോട് നേരിട്ട് വേണമെങ്കിൽ അങ്ങനെ വിൽക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഹോൾസെയിൽ അവിടുത്തെ ഷോപ്പുകാർക്ക് കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം വന്നതോട് കൂടിയിട്ട് കർഷകർക്ക് ഒന്നുകൂടി കൂടുതൽ വില കിട്ടാനുള്ള അവസരം, അവരുടെ സ്വന്തം സാധനങ്ങൾ കൂടുതൽ വില കിട്ടാനുള്ള അവസരം വന്നു. കമ്പോളം വന്നു, അല്ലെ? മാർക്കറ്റ്, കമ്പോളം. മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. കൃഷിയിടങ്ങളിൽ തന്നെ അവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഒഴിവായി. കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷിയിടങ്ങളിൽ വെച്ച് ഇത്ര കിലോ ഉണ്ടാവും മതിച്ചെടുത്തിട്ടൊക്കെ കൊണ്ടുപോകുന്ന ആ ഇന്റർമീഡിയറ്റ്സ് ഒക്കെ ഒഴിവായി. Then sixth point, provision of credit facilities to farmers at low rate of interest. കുറഞ്ഞ പലിശ നിരക്കില് വായ്പാ സംവിധാനങ്ങൾ ലഭ്യമായി എന്നുള്ളതാണ് അടുത്ത പോയിന്റ്, അല്ലേ? ഇത് ഭയങ്കര ചെലവേറിയതാണ്. ട്രാക്ടറുകള്, ടില്ലറുകള്, പുതിയ വിത്തുകള്, പുതിയ വളങ്ങള്, പുതിയ കീടനാശിനികള്, മാർക്കറ്റിലേക്ക് കൊണ്ടുപോകേണ്ട വാഹന ചെലവുകള്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സംവിധാനങ്ങൾ, ഇതൊക്കെ ഒരുപാട് ചെലവേറിയതല്ലേ? അപ്പൊ ഇവിടെ എന്ത് വേണം? ഇത് സാധാരണ കർഷകർക്ക് കഴിയോ? ജീവിത മാർഗം തന്നെ പ്രയാസപ്പെടുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുമ്പോ ഇതിന് പണമില്ലാഞ്ഞാൽ അവരെന്ത് ചെയ്യും? പിന്നോക്കം പോകും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവരെ സഹായിച്ചു. പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ്, അവർക്ക് വായ്പ നൽകി. വിതൗട്ട് ഇൻട്രസ്റ്റ് ഓർ വിത്ത് ലോ ഇൻട്രസ്റ്റ്, പലിശ കൂടാതെ അല്ലെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ അവർക്ക് വായ്പ നൽകി. ഇതും ഇതിന്റെ പദ്ധതി. അപ്പൊ 6 പദ്ധതികൾ നമ്മൾ പഠിച്ചു. HYV seeds, second one, use of chemical fertilizers and pesticides or insecticides. Third one, use of modern technologies, modern implements like tractors, tillers, trucks, etc. Then fourth one is irrigation facilities, and fifth one market, sixth one the credit system. വായ്പകൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് ഇതിനൊന്ന് വിലയിരുത്തി നോക്കാം. ഗ്രീൻ റവല്യൂഷൻ 2 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടം 10 വർഷങ്ങളായി 2 ഘട്ടങ്ങളായി നമ്മൾ. ഗ്രീൻ റവല്യൂഷൻ 965 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 965 മുതൽ 75 വരെ ആദ്യത്തെ 10 വർഷം ഓർത്തു വെക്കാം. The first phase of the Green Revolution was 1965 to 1975. The first phase year ഏതാണ്? 65 to 75. 1965 to 1975. The new strategy was confined to states like Punjab, Tamil Nadu, Andhra Pradesh. ഇത് ഏറ്റവും നല്ല കാർഷിക രാജ്യങ്ങളായിട്ടുള്ള പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള കുറഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഫേസിൽ. അപ്പൊ നമുക്കതിന്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് പറയാം, അല്ലെ? മൊത്തത്തിൽ ഇന്ത്യയിലെല്ലാം വരാതെ അത് കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. The new strategy was confined to states like Punjab, Tamil Nadu and Andhra Pradesh. Okay, ഇത്തരത്തിലുള്ള. And it also increased the production. In production happened only wheat, mainly in wheat. ഇത് കാര്യമായിട്ട് അത്തരത്തിലുള്ള സ്റ്റേറ്റുകളിൽ ഒതുങ്ങി നിന്നത് മാത്രമല്ല, ആ സ്റ്റേറ്റുകളെല്ലാം വീറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വീറ്റ് ആണ് പ്രധാനമായിട്ടും ഇൻക്രീസ് ചെയ്തത്. Therefore, Green Revolution came to be criticized. This revolution was criticized at the first phase 1965 to 1975. It is confined only the few states like Punjab, Tamil Nadu and Andhra Pradesh, mainly in wheat. Wheat മാത്രമായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗ്രീൻ റവല്യൂഷൻ ഉണ്ടായത് വീറ്റിൽ മാത്രമാണ്. വീറ്റിന്റെ ഉൽപാദനത്തിൽ മാത്രമാണ് ഗണ്യമായിട്ടുള്ള ആ സമയത്ത് വർധന ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ക്രിട്ടിസൈസ് ഇതിന്റെ വിമർശകര്
അതിനെ വിളിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഗ്രീൻ റവല്യൂഷൻ, ഇറ്റ് ഈസ് വീറ്റ് റവല്യൂഷൻ. It is criticized like the wheat revolution. The first phase is criticized wheat revolution. അപ്പോൾ ഈ ഒന്നാമത്തെ ഘട്ടം, ആദ്യത്തെ 10 വർഷം ഇത് കുറഞ്ഞ സംസ്ഥാനങ്ങളിലേക്കും വീറ്റ് എന്ന് പറഞ്ഞ കുറഞ്ഞ വിളകളിലേക്കും മാത്രമാണ് ചെന്നത്, പ്രത്യേകിച്ചും വീറ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് വീറ്റ് റവല്യൂഷൻ എന്ന് ക്രിട്ടിസൈസ് ചെയ്തു, വിമർശിച്ചു. അത് അതിന്റെ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാം, നിങ്ങൾക്ക് വ്യക്തമാക്കി പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. സെക്കൻഡ് ഫേസ്, അടുത്ത 10 വർഷം. അടുത്ത 10 വർഷം ഏതായിരിക്കും? ശ്രദ്ധിക്കണം, ഇവിടെ അടുത്ത 10 വർഷം ഏതായിരിക്കും? യെസ്, 1975 to 1985. 1975 85 അല്ലേ? 75 മുതൽ 85 വരെ. സെക്കൻഡ് ഫേസ്, നെക്സ്റ്റ് 10 year, the new strategy spread to the more states. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അത് വ്യാപിച്ചു. പിന്നെ കുറെ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചത് പിന്നീട് എല്ലാവർക്കും മനസ്സിലായി ഇത് എന്താണ്, ഒരുപാട് നല്ല പദ്ധതിയാണ്. ആൻഡ് മോർ ക്രോപ്സ്, പലരും മത്സരിച്ച് പല വിളകളും ഇതിൽ ഉൾപ്പെടുത്തി. നേരത്തെ ഗോതമ്പ് മാത്രമായിരുന്നു, ഇപ്പൊ എന്തായിരുന്നു? നേരത്തെ കുറഞ്ഞ സംസ്ഥാനവും ഗോതമ്പും മാത്രമായിരുന്നു, എന്നാൽ ഇപ്പോ കൂടുതൽ സംസ്ഥാനവും കൂടുതൽ വിളകളുമായി. So it spread, the new strategy spread to the more states and more crops. അടുത്ത 10 വർഷം അല്ലേ? അപ്പൊ അങ്ങനെ ആണ്. അപ്പൊ കൂടുതൽ വിളകളിലേക്കും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൽ ശരിക്കും അതൊരു വിജയകരമായി മാറി. അപ്പൊ നമുക്ക് ഇതിന്റെ ട്രെൻഡ് നോക്കാം. ട്രെൻഡ്സ് ഇൻ ഇന്ത്യ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ. ട്രെൻഡ്സ് ഇൻ ഇന്ത്യ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ ഒന്ന് നമുക്ക് വരയ്ക്കാം. ട്രെൻഡ്സ് ഇൻ ഇന്ത്യ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ നോക്കാനാണ്. table. First one, 2 columns there. First column year. First column year. Second column food grain production. Food grain production. Food grain production. Food grain production in million tons. Put in brackets, in million tons. In million tons. Okay. Food grain production in million tons. But green revolution led to a dramatic increase of food in food production. എന്നുള്ളത് ആണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ടേബിളിലേക്ക് എല്ലാവരും വരും. ഓക്കെ, look at the table. ഫസ്റ്റ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 950 അല്ലേ? 1950 51 സ്റ്റാർട്ടിങ്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ 50.8 food grain production. Then 1960-61 it is increased as 82 million tons. Then third one 1970-71 അടുത്ത 10 വർഷം 70-71 it increased 108 108.4 that is 108.4 108.4 ടൺ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ആദ്യം 50, പിന്നെ 82, പിന്നെ 108 ആയിപ്പോ. ഇനി അടുത്ത 10 വർഷം നോക്കാം. 1980-81 it increased as 129.6 that 129.6 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്ത 1991 1990-91 ഓരോ 10 വർഷമാണ് നമ്മൾ കൂട്ടിയിടുന്നത്. 176.4 next 2001
2000-2001, that is 196.8. 196.8. Then 2010-11. 2010-11. 2010-11 244.5. 244.5. 244.5. Then 2013-14. 2013. ഇനി 10 വർഷം ഉള്ള കണക്കിലല്ല പോകുന്നത്. ഓക്കെ, 2013-14. 13-14 കേട്ടോ, 13-14. 2013-14 264.8. 264.8. ഇനി 2014-15. 2014-15. 2014-15 it was 252.68. Yes, ഇതാണ് ആ ടേബിൾ. നിങ്ങൾ ഈ ടേബിൾ വളരെ വൃത്തിയായിട്ട് വരച്ച് എഴുതണം. ട്രെൻഡ് ഇൻ ഇന്ത്യസ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനത്തിന്റെ ട്രെൻഡ് കാണിക്കുന്ന ടേബിളാണ്. 1950-51 നമ്മുടെ ഉൽപാദനം 50 മില്യൺ ടണ്ണാണ്. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ 1960-61 82 ആയി. പിന്നീട് 1970-71 അടുത്ത 10 വർഷം കഴിഞ്ഞപ്പോൾ അത് 108 ആയി. ഇങ്ങനെ കൂടി 129 ആയി. 80-81 90 ആയപ്പോൾ 176.4 ആയി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വിവരിച്ചെഴുതണം കേട്ടോ. 2000-2001 196, 2010 144, 2013-14 264. പിന്നെ ഒരു ചെറിയ നേരിയ ഒരു കുറവ് ഇവിടെ ഉണ്ട്. 2014-15 264 252. അപ്പൊ ഏകദേശം 264 അല്ലെങ്കിൽ 250 വരെ 50 എന്നുള്ള സ്ഥാനം ഉൽപാദനം 200 ടണ്ണിൽ കൂടുതൽ, അല്ലെ 4 ഇരട്ടിയിൽ കൂടുതൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ കാർഷിക ഉൽപാദനത്തിനുണ്ടായ മെച്ചം. അതാണ് ഗ്രീൻ റവല്യൂഷൻ. ഡ്രമാറ്റിക് ഇൻക്രീസ്, നാടകീയമായിട്ടുള്ള ഒരു വലിയ, അല്ലെ ഒരു എന്താ പറയാ, റവല്യൂഷനൈസ്ഡ് ഇൻക്രീസ്. ദാറ്റ് ഈസ് ഡ്രമാറ്റിക് ഇൻക്രീസ്. നാടകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള റവല്യൂഷൻ ആയിട്ടുള്ള വർധനവ് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. നോക്കൂ, നിങ്ങൾ 50-ൽ നിന്നാണ് 250-ലേക്ക് പോയത്, അല്ലെ. 50 എന്നുള്ള ഒരു പ്രൊഡക്ഷൻ 60, അല്ലെ. 50 കിലോ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് 250 കിലോ കിട്ടുന്ന വലിയ പ്രൊഡക്ഷൻ അല്ലേ. 50 കിട്ടുന്ന സ്ഥലത്ത് 51, 52 അല്ലെങ്കിൽ 60 ആവുമ്പോൾ നമുക്ക് ചെറിയ നേരി മത്സരമുള്ളൂ. ദിസ് ഈസ് ദ റവല്യൂഷനൈസ്ഡ് ഇൻക്രീസ്. സോ ഇറ്റ് ഈസ് കാൾഡ് ആസ് ദ ഗ്രീൻ റവല്യൂഷൻ, dramatic increase. Okay, so look at the table clear and draw this table very clear in your notes and explain this table. ഈ ടേബിളിനെ നിങ്ങൾ ചെറുതായി നിങ്ങൾ വിവരിക്കുക. ഇന്ന വർഷത്തിൽ ഇത്ര ഉണ്ടായിരുന്നു, അത് 2014-15 ആയപ്പോഴേക്കും ഇത്രയായി കൂടി എന്നുള്ളത് നിങ്ങൾ വിവരിച്ച് എഴുതുക. This is the first part of the lesson on green revolution. The second part will be seen in the next video. The assignment in this video will be given along with the next video.